യെസ്, ഇന്ന് മൂത്ത മാമൻ്റെ ഇളയ മോടെ അതായത് എൻ്റെ ചേച്ചിയുടെ വളകാപ്പാണ്. ബൈ ദ ബൈ ഈ മൈലേജ് ഇടുന്നത് ഞാനാണ് കേട്ടോ. ഒരു കുഞ്ഞിൻ്റെ ഇതാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കുഞ്ഞായെന്ന് എനിക്കറിയത്തില്ല. ഇത് എൻ്റെ നടുക്കത്തെ കുഞ്ഞമ്മയുടെ ഒടുക്കത്തെ മോൻ നന്ദു. നിങ്ങൾ അമ്മയുടെ വീട്ടിൽ ചെന്ന് പരിപാടി നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പം അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാറ്റിയിട്ട് അവിടെയൊക്കെ ഈ തൂക്കുന്നത് മൂത്ത മാമൻ്റെ മൂത്ത വൈഫും മൂത്ത മാമൻ്റെ ഭാര്യയും മൂത്ത ചേച്ചി, അത് മോളും. ഇതാണ് ചേച്ചി, ഇത് ചേച്ചിയുടെ മോള്, മറ്റേ മൂത്ത ചേച്ചിയുടെ മോള്. അങ്ങനെ അവിടെയൊക്കെ ആകെ അത് അവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു അമ്മയുടെ വീട്ടിൽ. അപ്പം അന്നേരം എല്ലാവരും അവിടെ കൂടി. അപ്പം എല്ലാവരും കൂടെ തീരുമാനിച്ച് തവണ നടത്താം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതാണ്. ഇത് അരമലയിൽ അല്ലെങ്കിൽ അവിടുത്തെ അതിൻ്റെ ഓരോ പലഹാരങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കുകയാണ്. ശരിക്കും ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമുണ്ടായിരുന്നു ഈ ഒരുക്കുന്നതിൻ്റെയൊക്കെ, പക്ഷേ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ശരിക്കും ഇത് അരുണളീൻ്റെ അമ്മ ശീലമാമി. ആ നിൽക്കുന്നത് ഇളയ കുഞ്ഞമ്മയുടെ ഇളയ മോൻ ഷൻഷിബു. പിന്നെ ഒരു സെറ്റായി എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്താണെങ്കിലും എല്ലാം പക്ഷെ പച്ചപ്പം കണ്ടിച്ചാൽ മതിയായിരുന്നില്ലേ? ഇത് തണ്ണിമത്ത കുറച്ചുകൂടെ ചെറിയ പീസായിരുന്നെങ്കിൽ ഒരാൾക്ക് നമുക്ക് കൊടുക്കാനത്. ഇങ്ങനെ ചെറിയ ചെറിയ ഇളയ കുഞ്ഞമ്മ ആടെ ഒരു കൊച്ചു വെച്ചാണെന്ന് വിചാരം. മുതിക്കാണ്, നല്ല പ്രായമുണ്ട്. കണ്ട കോമളത്തരമൊക്കെ. ഇതാണ് അമ്മു, അമ്പൂരുവാണിത് ചേച്ചിയുടെ അമ്മ. അങ്ങനെയല്ല, കഴിച്ചു കൂടി ഇങ്ങനെ നശിപ്പിക്കും. ഇത്ര നേരം ഇവിടെ അങ്ങനെ ഇട്ടാലും മതി. എനിക്കിന്നാണ് സുനിൽ ചേട്ടായി, അതായത് ചേച്ചിയുടെ ഭർത്താവ്. ഞാൻ എന്തിനാണ് ചേട്ടായി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തില്ല. എല്ലാവരും ചേട്ടാ അണ്ണാന്നൊക്കെ വിളിക്കുമ്പോൾ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ഞാൻ അങ്ങനെ വിളിച്ചതെന്ന് തോന്നുന്നു. എനിക്ക് വലിയ പിടുത്തില്ല. പുള്ളി ഭാവമാണ്, നല്ല മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. ഇത് മാമൻ ജസ്റ്റ് പാസ് ചെയ്യുന്നത് മൂത്ത മാമൻ രമണം മാമൻ. മഞ്ഞൾ 2 കൈ കൊണ്ട് എടുത്തിട്ട് ഇച്ചിരി കവളത്ത്, 2 കൈ കൊണ്ട് എടുത്തിട്ട് 2 കവളത്ത് അടിക്കണ്ടേ? 2 കുഴപ്പമില്ല. തമ്പുരു ചെല്ല്. അത് കുഴപ്പമില്ല. മൂത്ത മാമൻ ചേച്ചിയുടെ അമ്മ. ഇതേപോലെ എല്ലാവരും വളയിടുന്നതും മഞ്ഞൾ തൂക്കുന്നതും മധുരം കൊടുക്കുന്നതൊക്കെയുണ്ട്. കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൊടുക്കുന്നതാണ്. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് നമ്മൾ അങ്ങനെ എപ്പോഴും വിശേഷമൊക്കെ വരുമ്പോൾ മാത്രം ഇതാണ് മൂത്ത മാമൻ എല്ലാവരും കൂടെ ഈ ഒരു ഫാമിലി പിറന്നത്. അതങ്ങനെ നമ്മൾ പറയുമല്ലോ എല്ലാം കൂടെ ഒരു ഫാമിലി വന്ന് പിറന്നില്ല. പക്ഷേ ഏത് ഫാമിലിയിലാണെങ്കിൽ പോലും ഇതേപോലെ ഒരേ വൈബിൽ ഇങ്ങനെ പോകും. അപ്പം അങ്ങനെ കുറേ ആൾക്കാരെ എനിക്ക് കിട്ടി ആ ഫാമിലിയിൽ നിന്ന്. അരുണളേനാണെങ്കിലും കിരണളേനാണെങ്കിലും നന്ദുവാണെങ്കിലും ഷാനാണെങ്കിലും അമ്മയാണെങ്കിലും ശില്പയാണെങ്കിലും അഖിലയാണെങ്കിലും അബ്ബിയാണെങ്കിലും അങ്ങനെ കുറേ അമ്മയുടെ ഫാമിലിയിൽ ഇങ്ങനെ കുറേ റിലേറ്റീവ്സ് വളരെ അടിപൊളിയാണ്. അവിടുത്തെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ചില്ലിൻ്റെ മൂടായിട്ട് ഇങ്ങനെ കുറേ കസിൻസ് ഉണ്ട്. ഇവർ കൂടാതെ കുറേ പേരുണ്ട്. അച്ചു, സച്ചു, കിച്ചു, പൊന്നു, പിന്നെ
കുറേ വേറെ പുറത്ത് കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ആരുടെ വയറെടുത്തിട്ടരുവ മഞ്ഞൾ വല്യാവിനെ വിടാന്ന് പറ. കുറച്ചേരം സൈലൻസ്. ഓറഞ്ച് ആങ്ങളമാർ രണ്ടുപേരും ആണ്. ആരും കിരണം കേട്ടോ. മുമ്പിലോട്ട് വന്നിരിക്കണേ. മച്ചമ്മീമാരൊക്കെ പുറകോട്ട്. ഇതാണ് അബി. അത് അജയ് മാമൻ്റെ മൂത്ത മോള്. അമ്മയ്ക്ക് ശരിക്കും അതിൽ മൂത്തത് അമ്മ, അതിൽ മൂത്തത് അശോമാമൻ, അല്ല അജയ് മാമൻ. അതിൽ മൂത്തത് അശോമാമൻ, അതിൽ മൂത്തത് രാണമാമൻ. പിന്നെ അമ്മയ്ക്ക് താഴെ 2 പെങ്ങന്മാരുണ്ട്. അതായത് പപ്പുഞ്ഞമ്മയും കുഞ്ഞുള്ളത്. ഇവർ മൊത്തത്തിൽ 8 പേരുണ്ട്. അപ്പം ഈ ഇതിനകത്ത് ഏറ്റവും ഇളയെന്ന് പറഞ്ഞാൽ പ്രകാശമാവൻ കുറച്ച് അതിന് മുമ്പാണ്, ഒരു 2-3 വർഷമായി കല്യാണം കഴിച്ചിട്ട്. ആ പ്രകാശമാവന് മാത്രമല്ല മക്കളുണ്ട്. ബാക്കി എല്ലാവർക്കും മക്കളും ഉണ്ട്, കൊച്ചുമക്കളും ഉണ്ട്. ഇപ്പം കുറച്ച് പേർക്ക്, അതായത് പപ്പക്കുഞ്ഞമ്മയ്ക്ക് കൊച്ചുമോനുണ്ട്, രാണമാമനും കൊച്ചുമക്കളുണ്ട് 2 പേര്. അതായത് നീനോയ്ക്ക് 2 മക്കൾ, ഓരോരോ മക്കളും ഇതുണ്ട്. അതേപോലെ തന്നെ പിന്നെ അജയ് മാമന് 2 മക്കളുണ്ട്, അഖിലേക്ക്. 2 കല്യാണം കഴിഞ്ഞ് നെല്ലിക്കട്ടാക്കി. അഖിലെ കെട്ടിയത് അച്ചു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതൊരു കസിനാണ്, കുഞ്ഞമ്മയുടെ മോനെ. പിന്നെ അത് കഴിഞ്ഞ് അബിയെ കെട്ടിയത് മഹേഷിനെ, അണ്ണൻ ഗൾഫിലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അരുണടേനും കിരണടേനും അവർ കിട്ടിയിട്ടില്ല. കൊച്ചു പിള്ളേരാണ്. അരുണടേനും കിട്ടും, ഉടനെ കിട്ടും. എൻ്റെ മാമ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്രീമുകളൊക്കെയാണ്. എനിക്കുന്ന അച്ഛനുണ്ട്. ആ പുറയിക്കുന്ന മാമിയുടെ പെങ്ങളുടെ മോൾ മക്കൾ ഇരട്ടാളാണ്. അതാണ് എൻ്റെ പറട്ടാള്. ചുമ്മാ പാവം പിടിച്ച പിള്ളേർ. ഇത് അശോമാമൻ. ഞാൻ അച്ഛനും അമ്മയും ചില കൂടെ പോയിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. വളയിട്ട് കൊടുക്കുന്നതുണ്ടായിരുന്നു അതിനകത്ത്. അതിന് വരത്തിയുള്ളെന്ന് തോന്നുന്നു. ഇതാണ് അജയൻ മാമൻ. ഹസ്ബൻഡ്സ് ഗൾഫിലാട്ടോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇല്ല. അശോമാവിടെ നെക്സ്റ്റ് റൗണ്ട്. പച്ചവള കുഞ്ഞ കൈ മൂരിയിട്ടതാ. ഓക്കെ ഫോട്ടോ പറയാൻ
രണ്ടുപേരും അപ്പുറം അപ്പുറം ഇരിക്കണേ. ആ ഇരുന്നോ, രണ്ടുപേരും ഇരുന്നോ. തുടങ്ങിട്ടോ, കങ്ങളെ കെട്ടി പിടിച്ചോ. വളയിട്ടില്ലയോ? നോക്ക്, കൈ താത്ത് വെക്കുന്നു ചേച്ചി. ഇമോഷണലി ഡാമേജ്. അതെടുക്കല്ലേ, ചേർത്തില്ല മറ്റേ മറ്റേ. ഓക്കെ, കണ്ണീരടയത്. സാധാരണ നമ്മളെല്ലാവരും ഇതെല്ലാം ഒത്തുകൂടുമ്പം പാട്ടൊക്കെ പാടുക. അതായത് ഞങ്ങളെല്ലാവരും അത്യാവശ്യം പാട്ട് പാടും. അപ്പം ഇതേപോലെ കരോക്കെ ഇട്ട് സ്പീക്കറൊക്കെ വെച്ച്. പക്ഷേ ഈ പ്രാവശ്യം രണോമോൻ്റെ ഡാൻസായിരുന്നു. രണോമോനും കൊച്ചുമൊക്കെ കൂടെ കിടന്ന് ഭയങ്കര ഡാൻസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ ടാറ്റ. ഇത്രയുള്ള വീഡിയോ. ഇത് പിന്നെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ, ഞാനും നന്ദുവും ഷാനും കൂടെ ചേച്ചിക്ക് മധുരം കൊടുത്തു പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ബൈ ടാറ്റ, സി യു.